നമസ്കാരം. ആഗോളതലത്തിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഇന്ത്യയിൽ നിന്നുള്ള സ്ഥാപനമാണ് TCS അഥവാ ടാറ്റ കൺസൾട്ടൻസി സർവീസസ്. TCSൻ്റെ നാസിക്കിലെ യൂണിറ്റിൽ നടന്ന മതപരിവർത്തനവും ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ തന്നെ ഇപ്പോൾ കമ്പനിയെ വല്ലാതെ വെട്ടിലാക്കിയിരിക്കുകയാണ്. കാരണം ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ടാറ്റ കമ്പനിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള സ്ഥാപനമാണ്. എല്ലാ കാലത്തും ജീവനക്കാരോടുള്ള നല്ല പെരുമാറ്റത്തിൻ്റെ കാര്യത്തിലും അവർക്ക് എല്ലാവിധ സഹായങ്ങൾ നൽകുന്ന കാര്യത്തിലൊക്കെ തന്നെ ടാറ്റയുടെ ഉപസ്ഥാപനമായ ടാറ്റ കൺസൾട്ടൻസി സർവീസസ് എല്ലാ കാലത്തും ഒരു മാതൃകയായി രാജ്യത്ത് മാറിയിരുന്നു. ലോകത്ത് വിവിധ രാജ്യങ്ങളിലുള്ള അവരുടെ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ജീവനക്കാരുടെ ക്ഷേമത്തിന് അവർ വലിയ പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് ടാറ്റ കമ്പനിയുടെ തന്നെ അവരുടെ യശസ്സിനെ ബാധിക്കുന്ന തരത്തിലേക്കാണ് മാറിയിരിക്കുന്നത്. ഇതിനിടെ ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. നാസിക്കിലെ ടാറ്റ കൺസൾട്ടൻസി സർവീസിലെ ഈ മതം മാറ്റത്തിൻ്റെയും ലൈംഗിക പീഡനത്തിൻ്റെയും എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് ഒരു സ്ത്രീയാണ് എന്നുള്ള വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. നിദ ഖാൻ എന്നാണ് അവരുടെ പേര്. ഇവരുടെ പേരും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെയും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇവർ നാസിക്കിലെ TCSലെ HR അസിസ്റ്റൻറ്റ് ജനറൽ മാനേജറാണ് എന്നാണ് ആദ്യം വാർത്തകൾ പുറത്തു വന്നിരുന്നത്. എങ്കിലും ടാറ്റ കൺസൾട്ടൻസി ഇക്കാര്യം നിഷേധിക്കണം. അവർ ടെലികോളർ മാത്രമായിരുന്നുവെന്നും ഇത്രയും ഉന്നതമായ പദവി വഹിച്ചിരുന്ന ഒരാളായിരുന്നില്ല എന്നുമാണ് കമ്പനി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കമ്പനി ഇൻറ്റേർണൽ എൻക്വയറി, അതായത് കമ്പനിക്കുള്ള ആഭ്യന്തര അന്വേഷണം ഇപ്പോൾ തുടരുകയുമാണ്. ഇവർ എങ്ങനെയാണ് ഇരകളെ തങ്ങളുടെ വരുതിയിൽ എത്തിച്ചിരുന്നത് എന്നുള്ളത് സംബന്ധിച്ചാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ വാർത്തകൾ പുറത്തു വരുന്നത്. നിദ ഖാൻ എപ്പോഴും ലക്ഷ്യമിടുന്നത് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരുപാട് വിഷമങ്ങൾ നേരിടുന്ന പെൺകുട്ടികളെ തന്നെയാണ്. അവിടുത്തെ ജീവനക്കാരികളിൽ പലരും വളരെ വിഷമത്തോടെ ഇരിക്കുന്നത് കാണുമ്പോൾ നിദ ഖാൻ അവരെ ആശ്വസിപ്പിക്കാനായി അവരടുത്ത് എത്തുമെന്നും അവരുടെ കൃത്യമായ കാര്യങ്ങൾ ഇവർ ചോദിച്ച് മനസ്സിലാക്കുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ നിങ്ങളെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, നിങ്ങളുടെ സ്വന്തം ആളാണ് എന്ന് ഭാവിച്ച് അടുത്തുകൂടി ഇവരുടെ സ്വകാര്യ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം തങ്ങളുടെ ഈ മതം മാറ്റ അല്ലെങ്കിൽ ലൈംഗിക പീഡന സംഘത്തിലുണ്ടായിരുന്ന മറ്റു ആളുകൾക്ക് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഇവർ കൈമാറുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കമ്പനി നിങ്ങളുടെ കാര്യത്തിൽ തീരെ ശ്രദ്ധിക്കുന്നില്ല എന്ന് എനിക്കറിയാം എന്നിവർ പറയും. നിങ്ങളുടെ സഹപ്രവർത്തകരൊക്കെ തന്നെ നിങ്ങളുടെ പ്രൊമോഷനും മറ്റു കാര്യങ്ങളുമൊക്കെ തന്നെ തടസ്സപ്പെടുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അതൊക്കെ തന്നെ അതുകൊണ്ട് അവരെ വളരെ സൂക്ഷിക്കണം. ഞാൻ മാത്രമാണ് ഇവിടെ നിങ്ങളെ സംരക്ഷിക്കാനായുള്ള ഒരേ ഒരു വ്യക്തി എന്നുള്ളൊരു ധാരണ നിരന്തരമായി ഇത്തരത്തിൽ ഈ ജീവനക്കാരികൾ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്ന ആളുകളെ ഇവർ അറിയിക്കുമായിരുന്നുവെന്ന്. അങ്ങനെ വളരെ അടുത്ത ചങ്ങാത്തത്തിലെത്തുകയും ഇവരെ പിന്നീട് ഈ സംഘത്തിൽപ്പെട്ടവർക്ക് അവർക്ക് പീഡിപ്പിക്കാനോ അതല്ലെങ്കിൽ അവർക്ക് മതപരിവർത്തനത്തിനോ വേണ്ടി എത്തിച്ചു കൊടുക്കുകയുമായിരുന്നു ഈ നിദ ഖാൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിദ ഖാൻ്റെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തിയിരുന്നുവെങ്കിലും അവർ അവിടെ ഇല്ലായിരുന്നു. നിദ ഖാൻ ഗർഭിണിയാണ് എന്നും അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നും കാട്ടിയാണ് ഇപ്പോൾ അവരുടെ കുടുംബാംഗങ്ങൾ കോടതിയിൽ മുൻകൂർ ജാമ്യത്തിനായി സമീപിച്ചിരിക്കുന്നത്. പക്ഷേ ടാറ്റ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു എന്നാൽ ടാറ്റ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആഗോളതലത്തിൽ തന്നെ ഇത് വലിയൊരു നാണക്കേടായി മാറിയിരിക്കുകയാണ്. പണ്ട് മുതലേ തന്നെ മതനിരപേക്ഷതയ്ക്കും അതുപോലെ ജീവനക്കാരുള്ള പെരുമാറ്റത്തിനുമൊക്കെ ഏറെ പേരുണ്ടായിരുന്ന ഈ കമ്പനിക്ക് ഇപ്പോൾ ഈ ഒരു യൂണിറ്റിൽ, അതായത് നാസിക്കിലെ ഒരു സംഘം ജീവനക്കാർ കാട്ടിക്കൂട്ടിയ ഈ ക്രൂരതകളും വൃത്തികേടുകളുമാണ് വലിയ തോതിലുള്ള നാണക്കേടിന് ഇടയാക്കിയിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ഈ ആരോപണങ്ങൾ തള്ളിക്കൊണ്ട് മറ്റൊരു വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട്. സാധാരണ എല്ലാ തൊഴിലിടങ്ങളിലൊക്കെ നടക്കുന്ന തരത്തിലുള്ള ലൈംഗിക പീഡനമോ മറ്റോ ആയിരിക്കും അവിടെ നടന്നിട്ടുള്ളത് എന്ന് അതിന് മതത്തിൻ്റെ നിറം നൽകി ഇതിൽ പങ്കെടുത്തിട്ടുള്ള ഭൂരിപക്ഷം പേരും ഒരു ന്യൂനപക്ഷ സമുദായത്തിൽ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് എന്നുള്ളത് കൊണ്ട് അത്തരത്തിൽ മതപരമായ ഒരു പരിവേഷം നൽകി ഇതിനെ ആ രീതിയിൽ വഴിതിരിച്ചു വിടാൻ ശ്രമം നടക്കുകയാണ് എന്നാണ് ഇവർ ആരോപിക്കുന്നത്. പക്ഷേ ഇതിന് ഇരകളായ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ നിദ ഖാൻ്റെ നേതൃത്വത്തിൽ വളരെ കൃത്യമായി തങ്ങളുടെ സ്വകാര്യ ജീവിതം മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇത്തരത്തിൽ ഈ മുതലെടുപ്പിന് രംഗത്തെത്തിയത് ആണ് പോലീസിനോട് അവർ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇംഗ്ലീഷിൽ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറയാറുള്ള ആ ഒരു വാക്ക്, അതായത് വളരെ വൈകാരികമായി ആളുകളെ മുതലെടുക്കുന്ന രീതിയിൽ അവരുടെ ക്ഷേമാന്വേഷണം നടത്തുകയും ഞാനാണ് നിങ്ങളുടെ ഏക രക്ഷക എന്നുള്ളൊരു ബോധ്യം അവരിലുണ്ടാക്കാനുമൊക്കെ തന്നെ ഈ നിദ ഖാന് ഒരുപക്ഷെ അവർ കൃത്യമായി പരിശീലനം ലഭിച്ചിരിക്കാനാണ് സാധ്യത. കാരണം ഇവർക്ക് നിരവധി തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടോ എന്ന് സംശയമുണ്ട്. മലേഷ്യയിലുള്ള ഇത്തരത്തിലുള്ള ഇന്ത്യ വിരുദ്ധ ഒരു തീവ്രവാദ നേതാവ് നയിക്കുന്ന സംഘത്തിൽപ്പെട്ട ആളാണ് നിദ ഖാൻ എന്നൊക്കെയാണ് പൊതുവെ സംശയിക്കപ്പെടുന്നത്. ഇപ്പോൾ രാജ്യത്തെ പല IT സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ള നടപടികൾ അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം അവർ തിരക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് വലിയ തോതിൽ കോർപ്പറേറ്റ് മേഖലയിൽ നടക്കുന്ന ഇത്തരം സംഭവങ്ങൾ പലപ്പോഴും പുറം ലോകം അറിയാറില്ല. കാരണം അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ പലരും ആ ഒരു ലോകത്ത് മാത്രം ഒതുങ്ങി ജീവിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ അടുത്ത സുഹൃത്തുക്കളുടെ ലോകത്ത് മാത്രം ജീവിക്കുന്നവരുമാണ് എന്നുള്ളത് കൊണ്ട് പലരും ഇതൊന്നും പുറത്ത് പറയാറില്ല എന്നുള്ളതാണ് വാസ്തവം. ഏതായാലും ഈ നാസിക്കിലെ ഈ സംഭവം വലിയ തോതിലുള്ള പ്രതിസന്ധി തന്നെയാണ് IT മേഖലയിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. കാരണം
ആളുകൾ തമ്മിലുള്ള ജീവനക്കാർ തമ്മിലുള്ള വ്യക്തിബന്ധങ്ങളെപ്പോലും ഇത്തരം സംഭവങ്ങൾ ഗുരുതരമായി അല്ലെങ്കിൽ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ കോർപ്പറേറ്റ് മേഖലയിൽ നിന്നുള്ള റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്.